ഉണ്ടാക്കാം. വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ ക്ഷമയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവാം. അല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ മാറ്റി വെക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഇതിന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അതിന് മുൻപ് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. ഹായ് ഫ്രണ്ട്സ്, ഐക്കാൻഡി ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു മോൾഡിനെ കുറിച്ചിട്ടാണ് ചെയ്യുന്നത്. മുൻപ് ഞാൻ സിലിക്കോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു മോൾഡ് നിർമ്മിക്കാം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്, പേഴ്സണലായിട്ടൊക്കെ നമ്മോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ആ വീഡിയോയുടെ സംശയങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാം. ഓർമ്മയിലുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സെയിം സിലിക്കോൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു മോൾഡ് ഉണ്ടാക്കിയതാണ്. ഇതാണ് ആ മോൾഡ്. നമ്മളൊരു മോൾഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു വസ്തു നമുക്ക് അതിൻ്റെ സെയിം രൂപങ്ങൾ ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോൾഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പോട്ടാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. നമ്മളെന്തായാലും ഒന്ന് വാങ്ങിക്കുക, അതില്ലെങ്കിൽ ഒന്ന് നമ്മൾ ജസ്റ്റ് ഇത് ഉണ്ടാക്കിയാൽ മാത്രമേ പിന്നെ നമുക്കതിന് കോപ്പി, അതായത് ഒരുപാടെണ്ണം ആവശ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മോൾഡിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സിലിക്കോൺ വെച്ചിട്ടാണ് മോൾഡ് നിർമ്മിച്ചത്. ആ മോൾഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ മോൾഡ് ഏകദേശം ഒരു 1.5-2 വർഷത്തോളമായി ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട്. ഫ്ലെക്സിബിളാണ്, തീർത്തും ഫ്ലെക്സിബിളാണ്. ഈ മോൾഡ് നിർമ്മിക്കാനായിട്ട് ഏകദേശം എനിക്ക് 2 സിലിക്കോണാണ് വേണ്ടി വന്നത്. 2 ബോട്ടിൽ സിലിക്കോണാണ് വേണ്ടി വന്നത്. നമ്മൾ സാധാരണയായിട്ട് ഒരു സിലിക്കോൺ മോൾഡൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അവർ തരുന്നത്, അതായത് ആമസോണോ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെയല്ല, ആമസോണിലൊക്കെ ഉള്ള മോൾഡ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് അവർ മേക്ക് ചെയ്തെടുത്ത മോൾഡാണ്. അതിന് നല്ല എമൗണ്ട് വരുന്നുണ്ട്, ഏകദേശം 2000 രൂപകളൊക്കെ വരുന്നുണ്ട്. അതിനപ്പുറം മേലേക്ക് വരില്ല, അത് താഴേക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ചെറിയതായിരിക്കും. നമുക്ക് ഡിസ്പ്ലേയിൽ കാണുമ്പോൾ വലിയ മോൾഡായിരിക്കും, പക്ഷെ നമുക്ക് എത്തുമ്പോൾ അതിൻ്റെ സൈസൊക്കെ ചെറുതായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ സൈസൊന്നും അവർ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ആ താല്പര്യത്തിൻ്റെ പേരിൽ മോൾഡ് വാങ്ങിക്കും, പക്ഷേ നമുക്ക് എത്തുമ്പോൾ ചെറുതായി പോകാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത്തരത്തിലുള്ള അബദ്ധങ്ങളും പറ്റണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് മോൾഡ് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ആ മോൾഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ, മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആദ്യം നിങ്ങൾ പോയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ ചെറിയൊരു മാറ്റം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് അതിന് ഞാനത് കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. എന്തായാലും അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുള്ള ഈ സെയിം സാധനം ഇങ്ങനത്തെയൊക്കെ ഇതിന് ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഡിസൈൻസൊക്കെ വരുന്നുണ്ട്. ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ വാസ്ലൈനായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം കുക്കിംഗ് ഓയിലൊക്കെ നമ്മൾ പുരട്ടുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഇത് വറ്റിപ്പോവാറുണ്ട്, ഉണങ്ങി പോകാറുണ്ട്, പെട്ടെന്ന് ഡ്രൈ ആയി പോകും. വാസ്ലൈനൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നിൽക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പച്ച സിലിക്കോൺ എടുത്തിട്ട്, അതായത് സിലിക്കോൺ വെള്ളത്തിലിട്ട് ഗമ്മ് കളയുന്നതിന് മുൻപ് പച്ച സിലിക്കോൺ എടുത്തിട്ട് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇവിടെ എല്ലാം അതിനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമായിരിക്കണം പിന്നെ നമ്മൾ സിലിക്കോണ് സോപ്പും വെള്ളത്തിലിട്ട് ശേഷം പിന്നെ നമ്മളിതിനെ കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങൾ മറക്കണ്ട, അതാണ് ഞാൻ പറഞ്ഞ, അതായത് നമ്മൾ പച്ച സിലിക്കോൺ എടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഡിസൈന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ മോൾഡിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മളിതിലേക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ്, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക അകത്ത്, എന്നിട്ട് സിമൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി ഞാൻ മുൻപ് കാണിച്ച വീഡിയോയിൽ പോലെ തന്നെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ്ഡ് എൻജിൻ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഓയിലോ മറ്റു ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ഡിസൈനിൻ്റെ അകത്തൊക്കെ ഇത് മോൾഡിൻ്റെ ചെറിയ ഡിസൈനിലെ അകത്തെല്ലാം ഈ ഓയിൽ ഫില്ലാവണം. ഇനി ഇത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് വെച്ചിട്ട്
ഇതിലോട്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സിമൻറ്റ് ഗ്രൗട്ടാണ്, സിമൻറ്റ് മാത്രം. ഈ സിമൻറ്റ് ഗ്രൗട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലൂസാക്കിയിട്ടൊന്നും ഉണ്ടാക്കരുത്. ഒരു ചെറിയ മീഡിയം ടൈറ്റിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിവിടെ അങ്ങനെയാണ് യൂസ് ചെയ്യണത്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. വൈബ്രേറ്റ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഡിസൈൻ്റെ അകത്തേക്കൊന്നും സിമൻറ്റ് ചിലപ്പോൾ ഫില്ലായി നിൽക്കില്ല. ചെറിയ ചെറിയ ഹോൾസും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്മേൽ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഒന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സിമെൻറ്റ് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ട്, ഈ ഗ്രൗട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ട് ഇറങ്ങി ചെല്ലണം. ഇനി ഇത് 24 hours കഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഹായ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നമ്മുടെ മോൾഡിനകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മളുണ്ടാക്കിയ ഈ പോട്ട്. ഇത് ഏകദേശം ഡ്രൈ ചെയ്യാനായിട്ട് 2 days മുകളിൽ വന്നിട്ടുണ്ട്. കാരണം നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഉണക്കം കിട്ടിയിട്ടില്ല. നമ്മൾ 24 hours എന്ന് പറയുമ്പോൾ 24 hours കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം നമ്മൾ ഡ്രൈ ആണോ നോക്കണം. ഇത് മോൾഡിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ ഡിസൈൻ്റെ അകത്തുനിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഡ്രൈ അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് പൊട്ടിപ്പോകുക പറഞ്ഞാൽ അതിലും വല്ല സങ്കടമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ നമ്മൾ ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലത്തെ ഈ ഡിസൈനൊക്കെ ഉള്ള മോൾഡിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ദിവസം, എനിക്ക് 2 ദിവസത്തിന് മേലെ ആയിട്ടുണ്ട്. കാരണം 24 hours കൊണ്ട് ഉണങ്ങുന്ന സാധനം മഴ ആയതുകൊണ്ട്, നിൽക്കാതെ പെയ്യുന്ന മഴ ആയതുകൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി എന്തായാലും നമ്മളിത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ചിട്ട്, പൊട്ടി കഴിഞ്ഞ് പണി വാളും ചെയ്യും. ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ചിട്ട് മെല്ലെ പൊക്കിയെടുക്കുക. ഓക്കെ, കണ്ടോ, ഈ ഡിസൈനൊക്കെ ആദ്യമേ അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് നിന്നുകൂടി വലിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ സെയിം പോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. 24 hours നമ്മൾ മാറ്റിയിട്ട് 2 days ആട്ടോ. നേരത്തെ പറഞ്ഞ പോലെ 2 days കഴിഞ്ഞിട്ടാണ് നമ്മൾ, 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ 24 hours എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം, നമ്മൾ ഈ 24 hours എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞേക്കാൻ നമുക്ക് ഇത് എടുക്കാനുള്ളൊരു ആകാംക്ഷയായിരിക്കും. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുക, ആ ഒരു ആകാംക്ഷയിൽ നമ്മളിങ്ങനെ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ 24 hours കഴിഞ്ഞേക്കന്നെ പോയി എടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത് ഞാൻ പറയണത് മഴയുള്ള സമയത്താട്ടോ. നമുക്ക് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാ ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഫുൾ ടൈം മഴ നിൽക്കാതെ പെയ്യണം. അപ്പോൾ ആ സമയത്ത് ഡ്രൈ ആവില്ല ഇതൊരിക്കലും. അപ്പോൾ 24 hours കഴിഞ്ഞിട്ട് എടുക്കാൻ ശ്രമിക്കരുത്. നല്ല നമ്മളിവിടെ ഉറപ്പ് വരുത്തുക, നല്ല ഉണങ്ങി തന്നെ ഡ്രൈ ആയി തന്നെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അതുവരെയുള്ള ക്ഷമെങ്കിലും കാണിക്കുക. അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പല വീഡിയോസിലും കമൻ്റൊക്കെ ആയിട്ട് ചിലർ ഇട്ടിട്ടുണ്ട്, വീഡിയോ മുഴുവനായും കാണില്ല ഒരു കാര്യം. എന്നിട്ട് അതിൻ്റെ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ട് ഇതിലങ്ങനെ ഇല്ലല്ലോ, ഇതിലിങ്ങനെ ഇല്ലല്ലോ, അത് ഒരുപാട് പരാതികൾ നമ്മൾ വരാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടതിന് മുൻപുള്ളൊരു വീഡിയോയിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബലൂണ് പൊട്ടിയില്ലേന്ന്.
ഞാൻ 3 പ്രാവശ്യം ഉണ്ടാക്കാൻ നോക്കി, 3 പ്രാവശ്യം ബലൂൺ പൊട്ടിപ്പോയി. ഞാൻ ആദ്യം എൻ്റെ അബദ്ധം ഞാൻ ആ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട്. ബലൂണിൻ്റെ മുകളിൽ ഒരു കവർ ഇടാതെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും. അത് എൻ്റെ അബദ്ധം ഞാനത് കാണിക്കുന്നുണ്ട്. ആ അനുഭവം ഞാൻ കാണിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനത് ഓവർ വോയിസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ബലൂണിൻ്റെ മുകളിൽ കവർ ഇടാതെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്, പൊട്ടിപ്പോകുന്നു. എന്നിട്ട് പോലും നമ്മുടെ അടുത്ത് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്, ബലൂൺ എൻ്റെ കയ്യിൽ നിന്ന് 3 പ്രാവശ്യം പൊട്ടിപ്പോയി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുന്നില്ല എന്നാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിച്ചില്ല എങ്കിൽ ഒരു വിധത്തിലും ഞാൻ എന്ത് ചെയ്യില്ല, റീപ്ലൈ തരില്ല. കാരണം നമ്മൾ വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യണതും, അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് മുൻപിൽ ഓരോ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മുഴുവനായിട്ടും ആകെ ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എന്താ പറയുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാനുള്ള ക്ഷമയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവാം. അല്ല, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ മാറ്റി വെക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അതിന് മുൻപ് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. നമുക്കിതുപോലത്തെ 10 എണ്ണം ഒരു സമയത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 20 എണ്ണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 മോൾഡോ 20 മോൾഡോ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ സെയിലാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സിലിക്കോൺ മോൾഡ് നിങ്ങൾക്ക് ഏകദേശമൊക്കെ പറഞ്ഞു തന്നു. ഇനി ഡൗട്ട്സ് ഒന്നും ഓർമ്മയില്ല. സിലിക്കോൺ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചു. സിലിക്കോൺ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് സിലിക്കോൺ നമുക്ക് കിട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ഒക്കെ ഷോപ്പുകളിൽ സിലിക്കോൺ കിട്ടും. ഓൺലൈനിൽ നിന്നൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അതുപോലെ സിലിക്കോണിൻ്റെ പല ടൈപ്പുണ്ട്, പല കമ്പനീൻ്റെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണ്, വൈറ്റോ ബ്ലാക്കോ എന്നല്ല. നിങ്ങൾക്ക് ക്ലിയർ ആണ് ഏറ്റവും ബെറ്റർ. കാരണം വൈറ്റൊക്കെ ഒന്നും കൂടി നമ്മൾ ഇതിമ വെക്കുമ്പോൾ തന്നെ മോൾഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് സെറ്റായി പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ക്ലിയറൊക്കെ ആകുമ്പോൾ അത്ര പെട്ടെന്ന് സെറ്റാവില്ല. അപ്പോൾ നിങ്ങൾ ക്ലിയർ സിലിക്കോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാനുള്ളത് ഇതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻ്റൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി കിട്ടും. എങ്ങനെയാണ് ഒരു വുഡിൻ്റെ ഒക്കെ ആ ലെവലിൽ അല്ലെങ്കിൽ വുഡിൻ്റെ ഒക്കെ ഒരു പിന്നെ ഷെയ്ഡിൽ നമ്മൾ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാം, അത് വളരെ ഈസി ആയിട്ട്, അധികം എക്സ്പെൻസേ ഇല്ല, ആർക്കും വളരെ ഈസി ആയിട്ട്, അതിന് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ട്രിക്കുണ്ട്. അത് ഞാൻ വരും വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സിലിക്കോണുമായി ബന്ധപ്പെട്ട ആ കമൻറ്റിൻ്റെ ഒരു അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ചേട്ടന് വാട്സപ്പിലാണ് തോന്നുന്നുണ്ട് ഒരു വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു പ്രാവിൻ്റെ രൂപം നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിലിക്കോൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം വസ്തുക്കൾക്ക്, അതായത് അതുപോലത്തെ സ്റ്റാച്ചുകൾ, ഗ്ലാസ് ബോട്ടിലുകൾ, ഇതുപോലത്തെ വസ്തുക്കൾക്ക് നമുക്കൊരിക്കലും ഈ സിലിക്കോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്. പക്ഷെ ഞാൻ അത്തരം വസ്തുക്കൾക്ക്, അതായത് ഞാൻ ഗ്ലാസ് ബോട്ടിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഈ ഗ്ലാസ് ബോട്ടിൽ ഇതൊരു ഷോക്ക് വെക്കുന്ന ഒരു ബോട്ടിലാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ സിലിക്കോൺ വെച്ചിട്ടല്ല മോൾഡ് ഉണ്ടാക്കിയത്. സിലിക്കോൺ വെച്ച് മോൾഡ് ഉണ്ടാക്കിയിരുന്നു, ആ മോൾഡ് ഫെയിലായിപ്പോയി. നമ്മൾ ഒരുപാട് സിലിക്കോൺ അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ട്, ടൈം വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ അതിനുണ്ടാക്കിയൊരു മോൾഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അതെങ്ങനെയാണെന്ന് ഒക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ആ വൈറ്റ് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ മോൾഡിൽ നിർമ്മിച്ച ഒരു ബോട്ടിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് വൈറ്റ് സിമെൻറ്റാണ്, 2 വൈറ്റ് സിമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, വൈറ്റ് സിമെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് വൈറ്റ് സിമെൻറ്റ് റിമൂവ് ആവുന്നത്. അത് വളരെ ഈസി ആയിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വെറുതെ പറയല്ല. അപ്പോൾ എങ്ങനെയാണ് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോൾഡ് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലല്ല, അതായത് ഞാൻ ഇടാം, ഉടനെ തന്നെ ഞാൻ ഇടാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏകദേശമൊക്കെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.